സാധ്യത ഇപ്പോ ഉമ്മ തോമസിനായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആരാണ് തല്ലുകൊടുത്തുണ്ടാവും, അടിയുണ്ടാവും, അത് ഉറപ്പാണ്. കേരളം ഒട്ടാകെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും LDF ഭരണത്തിലേക്ക് വരേണ്ടതല്ല. LDF വരണം. ഈ പിണറായി സർക്കാർ മൂന്നാമത് വരണ്ട, UDF സർക്കാർ വരട്ടെ. നമ്മളുടെ പ്രിയപ്പെട്ട വരണം എന്നാണ് ആഗ്രഹം. പുതിയ സർക്കാർ വരണം. പുതിയ സർക്കാർ BJP പറയായിരുന്നു. പിണറായി സർക്കാർ വന്ന കാലത്തും നല്ലതായിരുന്നു, ജനങ്ങൾക്ക് നല്ലതായിരുന്നു, നാട്ടിലും നല്ലതാണ്. സ്ഥാനം ഇത്തവണ UDF തോന്നുള്ളതാണ്. സംസ്ഥാനത്തിൽ മൊത്തത്തിൽ മൂന്നാമത്തെ ടൈം അങ്ങനെ വരാൻ സാധ്യതയില്ല. എന്തായാലും ഈ അഴിമതി ഭരണം മാറും, UDF ഭരിക്കണം. പക്ഷെ അവരെന്ത് ഇനി ഇത്രയും വലിയ അഴിമതി ഒന്നും അവർ കാണിക്കില്ല. എന്തായാലും ഉറപ്പല്ലേ? ഉറപ്പാണ്. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് തൃക്കാക്കര മണ്ഡലത്തിൽ കാക്കനാടാണ് ഇലക്ഷൻ എത്തിയ വേളയിൽ ഇവിടെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കാതോർക്കാം. ഇലക്ഷനായല്ലോ, എങ്ങനെയുണ്ട് ഇവിടെ പ്രവർത്തനമൊക്കെ കാര്യമായിട്ട് വന്നിട്ട്? ഭംഗിയായിട്ട് നടക്കണം, പ്രചരണം നന്നായിട്ട് നടക്കണം. ആർക്കായിരിക്കും സാധ്യത ഇപ്പോ ഉമ്മ തോമസിനായിരിക്കും ആയിരിക്കും, കാരണം ഇതൊരു UDF മണ്ഡലമാണല്ലോ. അതുകൊണ്ട് തോമസ് മാഷിന്റെ ഒരു സ്വാധീനം അത് പോയിട്ടില്ല. LDFന്റെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട്? അതിനകത്ത് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ല. അഖിൽമാരാരോ എന്തായാലും ജയിക്കാൻ പോണില്ല. ഒരുപാട് വർത്താനം പറയുന്നുണ്ട്. വർത്താനം മാത്രമേ ഉള്ളൂ, അല്ല വോട്ടൊന്നും വീഴില്ല. ചക്ക ആർക്കായിരിക്കും ഇവിടെ സാധ്യത? ഇവിടെ സാധ്യത ഉമാ തോമസ് തന്നെയാണ്, തർക്കമില്ല. ഒരു കടുത്ത മത്സരം നേരിടുന്നില്ല. കഴിഞ്ഞ വർഷത്തെ അത്രയും പോലും ബുദ്ധിമുട്ട് ഇത്തവണയില്ല. താൽക്കാലിക തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ 25,000 വോട്ടാണ്. ഓക്കെ, ഇത്തവണ അത്ര മത്സരം സീറ്റാണ് ഇവിടെ UDF സീറ്റാണ്. അതെ. ഈ അഖിൽമാരാർ ഇമ്പാക്ട് ഉണ്ടാക്കും? ഒരു ഇമ്പാക്റ്റും ഇല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പുള്ളിയെ കുറിച്ച് ചർച്ച നടന്നോട്ടെ, ചർച്ച മാത്രമേ ഉള്ളൂ, വോട്ടിൽ വരും. ഇവിടെ UDF തന്നെ ജയിക്കുള്ളൂ. ഭരണം, സംസ്ഥാന ഭരണം മാറണമെന്നുണ്ടോ? മാറണം. പിന്നെ പിണറായി സർക്കാർ മാറണം, പുതിയ UDF സർക്കാർ വരണം. പിന്നെ ഒരു കാര്യമുണ്ട്, മുഖ്യമന്ത്രി ആരാണ് തല്ലുകൊടുത്തുണ്ടാവും, അടിയുണ്ടാവും, അത് ഉറപ്പാണ്. കേരളം ഒട്ടാകെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും LDF ഭരണത്തിലേക്ക് വരേണ്ടതല്ല. LDF വരണം. 10 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇതെല്ലാം മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കാണുന്ന വെച്ച് മാത്രം നമ്മളിപ്പോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്താൽ നമുക്കറിയാം നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തൊക്കെ വികസനം കണ്ടില്ല. പാസുകളും ഫ്ലൈ ഓവറുകളും എല്ലാം തന്നെ കണ്ട ആർക്ക് മനസ്സിലാക്കും. എറണാകുളത്ത് തോന്നുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്കുള്ള ആകാശപാത, നാഷണൽ ഹൈവേകൾ, തുരങ്കപാത വയനാട്ടിൽ, ഇതെല്ലാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും UDFന്റെ ഒരു MLA അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി പണം സ്വരൂപിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവരാതെ വികസനം നടത്താതിരിക്കുമോ? അങ്ങനത്തെ ഒരു മണ്ഡലമാണ് കേരളത്തിൽ നിലവിലിരിക്കുന്ന ഭരണം എങ്ങനെയുണ്ട്? വലിയ നല്ലതുമല്ല മോശമല്ല, അങ്ങനെയാണ്. സ്ത്രീ സുരക്ഷ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണം. അപ്പൊ ഈ സർക്കാർ കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാണോ ചോദിച്ചത്? ഇല്ല, കണ്ടിന്യൂ ചെയ്യണം ഒരാഗ്രഹവും ഇല്ല. മാറി കിട്ടിയാൽ മാറിയാ മതി. ആര് വരണം? UDF വരണം, അതാണ് ആഗ്രഹം. ഈ പിണറായി സർക്കാർ മൂന്നാമത് വരണ്ട, UDF സർക്കാർ വരട്ടെ. പൊതുവെ ഞങ്ങളുടെ മനസ്സിലേക്കുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ LDFനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നാട്ടിലുള്ള പല ആളുകൾ പല കുറ്റങ്ങൾ പറയുമായിരിക്കാം, കുറവുകൾ പറയുമായിരിക്കാം. ഇപ്പം നമ്മളുടെ വീട്ടിൽ പല കുറവുകളുണ്ടാവും. ചിലപ്പോൾ അച്ഛന് കുറവുണ്ടാവും, അമ്മയ്ക്ക് കുറവുണ്ട്, ഭാര്യയ്ക്ക് കുറവുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളാരും ഉപേക്ഷിക്കുന്നില്ല. അപ്പം കുറവുകൾ ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ കുറവുകളില്ല എന്നാൽ പോലും മറ്റുള്ളവരുടെ സംതൃപ്തിക്ക് വേണ്ടി ചിലപ്പോൾ പറയേണ്ട ഒരു കുറവുകളുണ്ടെന്ന്, കുറവുകളുണ്ടെങ്കിൽ പോലും തിരിച്ചു വരണം എന്നാണ് ആഗ്രഹം. അതെന്തായാലും വരികയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾ. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടായിരിക്കും. ഭരണം നല്ലതാണല്ലോ, കേരള സർക്കാരിന്റെ ജനോപകാരപ്രദമാണല്ലോ അല്ലേ? ധാരാളം ആൾക്കാർ അതുകൊണ്ട് വളരെ ആശ്വാസത്തിലാണ്. ചിലർ പറയും തൊഴിലില്ല, വില കൂടുതലാണെന്നൊക്കെ പറയും. നമ്മളുടെ അനുഭവത്തിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെയൊന്നും വരുന്നില്ല. ആശ്വാസദാനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് പെൻഷൻ രൂപത്തിൽ ആൾക്കാർക്ക് അല്ലേ? KSRTC ലാഭത്തിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പം ഇത് തുടരണമെങ്കിൽ LDF വരണം, പിണറായി സർക്കാർ മൂന്നാമത് വരണം അല്ലേ? എന്താണ് ചേട്ടാ ഈ തൃക്കാക്കരയുടെ ഒരു തൃക്കാക്കര മണ്ഡലം എന്ന് പറഞ്ഞത് അത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ഞാൻ CIT-കാരനാണ്. 26 വയസ്സിൽ വന്ന് ഞാൻ താമസിക്കുന്നതാണ്. ഞാൻ വീഡിയോ ദർശിച്ചതിൻ്റെ അയലോക്കക്കാരനാണ്.
ഇവിടെ എനിക്ക് സ്ഥലം തരാം അതൊന്ന് പറഞ്ഞിട്ടും ഇതുവരെ നടപ്പലായിട്ടില്ല. വാഗ്ദാനം അവിടെ അങ്ങനെ നടപ്പുണ്ട്. വാഗ്ദാനങ്ങൾ ഇഷ്ടംപോലെ അടക്കലുണ്ട്. ഇപ്പൊ എനിക്ക് 61 വയസ്സായി, എനിക്കൊരു കിടപ്പടവുമില്ല. ഞാൻ വാടക താമസിക്കണം ഇവിടെ. ബി.ഡി.ജെ.എസിന്റെ അയൽവക്കക്കാരനാണ്, ഞാൻ പറവൂക്കാരനാണ്. ഇവിടെ പറയൂ പല പാർട്ടിക്കാരായിട്ട് ഞാൻ സംസാരിച്ചു. ഇപ്പൊ ലൈഫ് ഒത്തിരി എന്ന് പറഞ്ഞു. ഇപ്പൊ ബസ്സിലേക്ക് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വീട്, 5 ലക്ഷം പേർക്ക് വീട്. ഇത് ഇവിടെ ഒന്നും നടപ്പായിട്ടില്ല. ആഗ്രഹിക്കും. അതല്ല ഭൂരിപക്ഷം പറഞ്ഞാലും താമസം ജയിക്കും. സംസ്ഥാന ഭരണോ പിണറായി സർക്കാർ വീണ്ടും വരണമെന്നുണ്ടോ? ഞങ്ങൾക്ക് തലവേദന. ഞാൻ CPM കാരനാണ്. ഞങ്ങൾ ഓട്ടോക്കാർക്ക് വേണ്ടിട്ട് ഒരു സഹായം ചെയ്യാറില്ല. അവിടെ മാറ്റം വന്നു. പുതിയ സർക്കാർ വരണം. പുതിയ സർക്കാർ വരണം. BJP പറയരുത്, കോൺഗ്രസ് വരട്ടെ. നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും. സംസ്ഥാന ഭരണവും കോൺഗ്രസ് തന്നെ വരുള്ളൂ അല്ലേ? 3ാം പിണറായി സർക്കാർ വരും എന്നും ചിലർ പറയുന്നുണ്ട്, വരണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു? ഇതിൽ നല്ലത് എന്തായാലും പിണറായി സർക്കാർ വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതാണ് നല്ലതെന്ന് എനിക്ക്. കാരണം ഇപ്പോഴത്തെ കണ്ടിട്ട് ഈ ലെവലായില്ലേ. പിണറായി സർക്കാർ വന്ന കാലത്തും നല്ലതായിരുന്നു, ജനങ്ങൾക്ക് നല്ലതായിരുന്നു, നാട്ടിലും നല്ലതാണ്. ആ വിധത്തിൽ നല്ലൊരു ഭരണം കാഴ്ച വെച്ച ആളാണ്. 5 വർഷം. അതെ. പിന്നെ ശേഷമാണ് പിണറായി ഇങ്ങനെ പുറകോട്ടേക്ക് പോയി യാതൊരു ഗുണവും കേരളത്തിനില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നത്. തുടർഭരണം കിട്ടിയ ദോഷമായി. അത് മാത്രമേ ഉള്ളൂ പ്രത്യേകത വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാതിരിക്കുന്നതാണ് നല്ലതെന്നാണോ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതില്ലാണ്ടിരിക്കുന്നത്. അടുത്തൊരു ഭരണം മാറി വരട്ടെ, അപ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. വീണ്ടും ഇനി UDF വരട്ടെ. UDF വരട്ടെ. ഒരു വർഷം ഇനിയിപ്പോൾ 5 വർഷം UDF വരച്ച് കഴിയുമ്പോൾ എന്താ ഇവിടെ അവസ്ഥ വരുന്നതെന്നുള്ള നമുക്ക് കണ്ടറിയാലോ. ഇത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. ഇപ്പൊ അവരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് തന്നെ ജയിക്കാൻ സാധ്യത. അവർ തന്നെ ജയിക്കും അല്ലേ? സംസ്ഥാന ഭരണം ആര് കൊണ്ടുപോകും? സംസ്ഥാനം ഇത്തവണ UDF കൊണ്ടുപോകുന്നുള്ളതാണ്. അല്ലേ? സംസ്ഥാനത്തിൽ മൊത്തത്തിൽ 3ാമത്തെ ടൈം അങ്ങനെ വരാൻ സാധ്യതയില്ല. ശരിയാവണ്ടെന്ന് അല്ലേ? എങ്ങനെയുണ്ട് രണ്ടാമത്തെ പിണറായി? രണ്ടാമത്തെ മോശമായി പോയി. ആദ്യത്തെ നല്ല കെട്ടപ്പാർന്ന്. രണ്ടാമത്തെ മോശമായി പോയി. മൊത്തവസാനിക്കും. മറ്റ് സ്ഥാനാർത്ഥികൾ സാധ്യതയുള്ള ആരുമില്ല. ഒരു അഖിൽമാരാണെന്നൊരു കക്ഷിയെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന കേൾക്കാമല്ലോ. ആരും അറിയില്ല. ഓക്കെ, ഇവിടെ താമസിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു? കോൺഗ്രസ് വരും. ഈ സർക്കാർ മാറും. 3ാം പിണറായി സർക്കാർ വേണ്ട അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഡിമെറിറ്റ് എന്താ കാണുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്താ കാണുന്നത് ഈ 2ാമത്തെ പിണറായി സർക്കാർ? അതേ ഉള്ളൂ, പോരായ്മയേ ഉള്ളൂ. അധികാരത്തിൽ വരും. സംസ്ഥാനത്ത് ഉറപ്പാണ്. മണ്ഡലത്തിലും ഉമാ തോമസ് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇവിടുത്തെ പ്രവർത്തനം അല്ലേ? തോമസ് മാഷിന്റെ ഒരു പിന്തുണച്ച കൃത്യമായിട്ടുണ്ടായിരുന്നു അല്ലേ? തൃക്കാക്കരയിൽ അഖിൽമാരായിരുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ട്, അറിയാമോ? കേട്ടിട്ടുണ്ടോ? പുള്ളി ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയാണ്. പുള്ളിയുടെ വല്ല ഇമ്പാക്റ്റും ഉണ്ടോ ഇവിടെ ഇപ്പോൾ? ഇതുവരെ ഒന്നും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച കിടക്കുന്നുണ്ട് പുള്ളിയെ കുറിച്ച്. അങ്ങനെ കിടക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളിയെ കുറിച്ച് വലിയ ചർച്ച കിടക്കുന്നുണ്ട്. കേട്ടിട്ടില്ല. അഖിൽമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ സ്ഥാനാർത്ഥിത്വം ഒരു പുതിയ വലിയ ഇതുപോലെ ഉമാ തോമസിനാണെന്നാണോ വിശ്വസിക്കുന്നത്? ഉമാ തോമസ് ജയിക്കണം. എന്തായാലും ഈ അഴിമതി ഭരണം മാറണം. അതാണ് അത്യാവശ്യം. അതിൽ നിന്ന് വിട്ടുവീഴ്ച. അതിനുവേണ്ടി ഇവിടെ ഉമാ തോമസ് എന്തായാലും ജയിച്ചിരിക്കണം. പിന്നെ കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന്റെ ജയിച്ചിരിക്കണം. UDF ഭരിക്കണം. ഓക്കെ. അവരെന്ത് ഇനി ഇത്രയും വലിയ അഴിമതി ഒന്നും അവർ കാണിക്കില്ല. എന്തായാലും ഉറപ്പല്ലേ? ഉറപ്പാണ്. വോട്ടർമാരുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. ഒരുപക്ഷെ അതൊരു കേരളത്തിൻ്റെ മൊത്തം അഭിപ്രായത്തിൻ്റെ ഒരു ചുരുക്കെഴുത്തായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു മണ്ഡലത്തിൽ നമുക്ക് വീണ്ടും കാണാം.